കണ്ടന്റ് മാത്രം നന്നായി പോരാ, തമ്പനയിലും ടൈറ്റിലും കൂടെ അട്രാക്റ്റീവായിട്ട് കൊടുക്കണം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ 1000 വ്യൂസിന് എത്ര രൂപ കിട്ടുമെന്നാണ് കേട്ടോ ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ പുതുതായിട്ട് ചാനൽ തുടങ്ങിയവരാണെങ്കിലും തുടങ്ങിയിട്ട് ഒന്നും അറിയാത്തവരാണെങ്കിലും മുഴുവനായിട്ട് കാണാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഉപകാരം ഉള്ളൊരു വീഡിയോ ആയിരിക്കും കേട്ടോ അത്. അപ്പോൾ അത് മാത്രമായിരിക്കില്ല, കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞു തരാം. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങണ്ടയോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മടിച്ചിരിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ മടിച്ചൊന്നും ഇരിക്കേണ്ട, വേഗം തുടങ്ങുക കേട്ടോ. കാരണം നമുക്ക് ഇരട്ടി ക്യാഷ് സമ്പാദിക്കാൻ പറ്റും. ഈ മെയ് 12 മുതൽ മിഡ് റോൾ ആഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസിനാണ് മിഡ് റോൾ ആഡ്സ് ആഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ചാനൽ തുടങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യുന്നവരൊക്കെ വേഗം ചാനൽ തുടങ്ങുക കേട്ടോ. വേഗത്തിൽ മോണിറ്റൈസേഷനൊക്കെ ആക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ മിഡ് റോൾ ആഡ്സ് ആഡ് ചെയ്യാൻ പറ്റും, ഇരട്ടി ക്യാഷ് സമ്പാദിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും, കുറച്ച് പേർക്ക് അറിയത്തില്ല. പുതിയതായിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഞാൻ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ഒരു 10-30ഓളം ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോണിറ്റൈസേഷൻ ആയ ശേഷമാണ് ചെയ്തത്. അപ്പോൾ അതിലിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അത് വീഡിയോ ആക്കി ചെയ്തു തരുന്നു കേട്ടോ. അത് ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം, താല്പര്യമുള്ളവർ കാണണേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒന്നുകൂടെ പറയണ, വീഡിയോ എല്ലാവരും അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 1000 വ്യൂസിന് എത്ര രൂപ കിട്ടുന്നതാണ്, അല്ലെങ്കിൽ എത്ര ഡോളർ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് വ്യൂസിനാണ് എന്താ പറയുക ക്യാഷ് കിട്ടുന്നത് എന്നത്. അപ്പോൾ ഞാനും അതുപോലെ തെറ്റിദ്ധരിച്ചിരുന്നു കേട്ടോ ആദ്യമൊക്കെ. നമുക്കിപ്പോൾ മോണിറ്റൈസേഷൻ ആയ ശേഷമാണ് അറിയാൻ തുടങ്ങിയത്. നമ്മുടെ ചാനലിൽ നമുക്ക് കാണുമ്പോഴല്ലേ അറിയത്തുള്ളൂ, അല്ലാതെ നമ്മൾ മറ്റുള്ളവർ എന്താണോ പറയുന്നത് അത് വിശ്വസിച്ചിട്ടിരിക്കുമല്ലേ. പക്ഷേ കാര്യങ്ങളൊന്നും അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ വ്യൂസിനല്ല ശരിക്കും ക്യാഷ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ 1000 വ്യൂസിന് $1 എന്നാണ് നമ്മൾ ധരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. പക്ഷെ തെറ്റാണ് കേട്ടോ. നമുക്ക് വ്യൂസിൻ്റെ അടിസ്ഥാനത്തിലല്ല ശരിക്കും എന്താ പറയുക ക്യാഷ് കിട്ടുന്നത്. അപ്പോൾ ആഡ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്യാഷ് കിട്ടുന്നത്. ആഡ്സ് എന്ന് പറയുമ്പോൾ വാച്ച് ടൈമിൻ്റെ അടിസ്ഥാനത്തിലാണ് ആഡ്സ് ആഡ് ചെയ്യുന്നത് ഗൂഗിൾ കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ എത്രയും കാലം ധരിച്ചുകൊണ്ടിരുന്നത്, ഞാൻ ഉൾപ്പെടെ 1000 വ്യൂസിന് $1 എന്തായാലും കിട്ടുന്നതാണ് കേട്ടോ. പക്ഷേ ആ തെറ്റിദ്ധാരണകളൊക്കെ എൻ്റെ തെറ്റിപ്പോയിട്ടോ. കാരണം എനിക്കിപ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. കാരണം മോണിറ്റൈസേഷൻ ആയ ശേഷം നമുക്ക് ഓരോ വീഡിയോയ്ക്കും ഡോളർ വരുന്നത് അറിയാൻ പറ്റും. അപ്പോൾ 1000 വ്യൂസിനല്ല ഡോളർ കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ 3000 വ്യൂസ് ഉള്ളൊരു വീഡിയോയ്ക്ക് $3 വരണ്ടേ അങ്ങനെയാണ് വെച്ചാൽ അല്ല, അങ്ങനെയല്ല വരുന്നത്. അപ്പോൾ 0.60 ഒക്കെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 0.100 എത്തിയാൽ മാത്രമേ $1 ആകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കും 3000 വ്യൂസ് ഉള്ളൊരു വീഡിയോയ്ക്ക് 0.60 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എവിടെയാണ് $1 അല്ല. അപ്പോൾ സത്യാവസ്ഥ മനസ്സിലാക്കണം. നമുക്ക് ആഡ്സിനനുസരിച്ചിട്ടാണ് കേട്ടോ ഡോളർ കയറുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരാൾ ഒരു നമ്മുടെ വീഡിയോ കാണുക വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ആഡ്സ് ആയിരിക്കും ഇടുക. സാധാരണ ഒരു ആഡ്സ് ആയിരിക്കും. ആ ആഡ്സ് കൊടുത്ത ആൾ എന്താ പറയുക ഒരു കമ്പനിക്കാരായിരിക്കുമല്ലോ ആഡ്സ് കൊടുക്കുന്നത്. അപ്പോൾ അവർ എത്രയാണോ പൈസ, ഒരു 100 രൂപ കൊടുത്താൽ അതിൽ 1% നമ്മൾക്ക് കിട്ടുന്നത്. അപ്പോൾ വളരെ ചുരുക്കം രൂപയായിരിക്കും കേരളത്തിൽ നിന്ന് കാണുന്നൊരു കേരളത്തിലുള്ള ഒരാൾ കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഇപ്പോൾ എന്താ പറയുക, അപ്പോൾ നമുക്കും വളരെ ചുരുക്കം കുറച്ച് പൈസയെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് ഒരാൾ നമ്മുടെ വീഡിയോ കാണുകയെന്ന് വെച്ചാൽ അവിടുത്തെ പരസ്യങ്ങളായിരിക്കും അതിലിടുക. മനസ്സിലായോ? നമ്മുടെ ഇവിടെ നിന്ന് കാണുക വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ പരസ്യങ്ങളായിരിക്കും, സാധാ പരസ്യങ്ങളായിരിക്കും ഇടുക. ജ്വല്ലറിയോ അങ്ങനത്തെ തുണിൻ്റെയോ ഒക്കെ ആയിരിക്കും ഇടുക. അതേപോലെ US നിന്ന് കാണുക വെച്ചാൽ വലിയ വലിയ പരസ്യങ്ങൾ ഇടുന്നുണ്ടാവും. പക്ഷെ അവിടുത്തെ എന്ന് പറയുന്നത് നമ്മളിവിടുത്തെ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ 500 രൂപയെങ്കിലും കൊടുക്കുക. അതിൻ്റെ 1% നമുക്ക് കിട്ടുന്നത്. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ് കേട്ടോ. നമുക്ക് അപ്പോൾ US അല്ലെങ്കിൽ യൂറോപ്പ് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്യാഷ് കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ കുറവേ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതലും ഫ്രണ്ട്സ്മാർ US യൂറോപ്യൻ കൺട്രീസിലുണ്ടെങ്കിൽ അവർ കാണുക വെച്ചാൽ നമുക്ക് കൂടുതൽ ക്യാഷ് കിട്ടും. അപ്പോൾ ആഡ്സിനനുസരിച്ചാണ് ക്യാഷ് കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ ഒരു 1000 വ്യൂസ് ഉള്ളൊരു വീഡിയോയ്ക്ക് നമുക്ക് എന്താണ് $1 കിട്ടുന്നതാണ്. പക്ഷേ അങ്ങനെ കിട്ടില്ല, ആഡ്സിനനുസരിച്ചാണ്. പക്ഷേ ചിലപ്പോൾ $1 1000 വ്യൂസ് ഉള്ള വീഡിയോയ്ക്ക് കിട്ടിയെങ്കിൽ 10,000 വ്യൂസ് ഉള്ള ഒരു വീഡിയോയ്ക്ക് ചിലപ്പോൾ $1 കിട്ടണമെന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ 1000 വ്യൂസ് ഉള്ള വീഡിയോ എല്ലാവരും ഫുൾ ടൈം ഇരുന്ന് കണ്ടു കാണും. മനസ്സിലായി? അപ്പോൾ ആഡ്സ് ഇടയ്ക്ക് ഇട്ടുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ 3 എണ്ണമൊക്കെ ഇടും ആഡ്സ്. ഫസ്റ്റ് ഇടും, ഇടയിലിടും, അവസാനം ഒന്നിടും.
അതേ സ്ഥാനത്ത് ഈ 10,000 വ്യൂസ് ഉള്ള ഒരു വീഡിയോയ്ക്ക് ആഡ്സ് കുറവായിരിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ വ്യൂസ് വരും, വന്ന് നോക്കും. നമുക്ക് ചിലപ്പോൾ തമ്പനയിലൊക്കെ കണ്ട അട്രാക്ഷനൊക്കെ ആയിട്ട് പോയി നോക്കിയിട്ട് മുഴുവൻ സമയം ഇരുന്ന് കാണണമെന്നില്ല. 1 മിനിറ്റോടുകൂടി നമ്മൾ ബാക്കിൽ വലിച്ചിട്ട് ഇത് ഓഫാക്കിയിട്ട് വെക്കും, കാണാതെ ആകും. അപ്പോൾ ഈ 1000 വ്യൂസുള്ള വീഡിയോയ്ക്ക് വാച്ച് ടൈം കൂടിയത് കൊണ്ട്, കൂടുതൽ ആഡ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്താണ് ക്യാഷ് അല്ലെങ്കിൽ ഡോളർ കൂടുതൽ കിട്ടും. 10,000 വ്യൂസുള്ള വീഡിയോയ്ക്ക് വാച്ച് ടൈം കുറഞ്ഞതുകൊണ്ട് വ്യൂസ് കൂടിയിട്ടും കാര്യമില്ല, വളരെ ചുരുക്കം ഡോളറേ കിട്ടത്തുള്ളൂ. മനസ്സിലായോ? അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ വാച്ച് ടൈമിനനുസരിച്ചിട്ടാണ് നമ്മൾ എത്ര നേരം ഇരുന്ന് കാണണോ അതിനനുസരിച്ചിട്ടാണ് ആഡ്സ് ഇടുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു പുതിയൊരു ഇത് വന്നിട്ടുണ്ട്, അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ്, അത് മാത്രമായിട്ട് പറഞ്ഞില്ല, ഇടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലവരും അത് വീഡിയോ ആക്കി ചെയ്തിട്ടുണ്ട്. നമുക്ക് 2025 മെയ് 12 മുതൽ നമ്മൾക്ക് മിഡ് റോൾ ആഡ്സ് എന്ന് പറയുന്നത് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ആഡ് ചെയ്യാം, പക്ഷെ അത് യൂട്യൂബ് തന്നെയായിരിക്കും നിയന്ത്രിക്കുന്നത് കേട്ടോ. ഇപ്പം നമുക്ക് പലയിടങ്ങളിലായിട്ട് 4-5 ആഡ്സുകൾ എവിടെയാണ് സ്ഥലം എന്ന് നമുക്ക് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. നമുക്ക് ചെയ്യാം, ഇന്ന എവിടങ്ങളിൽ മറ്റേ 4 അവിടെ കൊടുക്കാം, 4-5 അവിടെ കൊടുക്കാം. അത് 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോക്കേ പറ്റത്തുള്ളൂ. അപ്പോൾ പക്ഷേ എങ്കിലും നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും ശരിയാണോ എന്ന് നോക്കിയിട്ട് യൂട്യൂബ് ആയിരിക്കും അത് ആഡ് ചെയ്ത് ഇടുന്നത് കേട്ടോ. അതപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ കൂടുതൽ നമ്മൾ പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് ഇരട്ടി സമ്പാദിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നന്നായിട്ട് വീഡിയോ കാര്യങ്ങളും ചെയ്യുന്നവർക്ക് മാത്രമേ സമ്പാദിക്കാൻ പറ്റുള്ളൂ, അത് പ്രത്യേകം ഓർക്കണം. എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ നമ്മൾ പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ സ്റ്റക്കായങ്ങൾ നിൽക്കാറുണ്ട് വീഡിയോകൾ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ പ്രത്യേകം ചെയ്യുന്നതായിരിക്കും കേട്ടോ. എൻ്റെ വീഡിയോ തന്നെ ചെയ്യുന്നതായിരിക്കും, അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ മോട്ടിവേഷൻ ആയിരിക്കും. അപ്പോൾ ഞാൻ 2 ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ. വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാനത് നാളെ മറ്റന്നാളായിട്ട് പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ സ്റ്റക്കായ വീഡിയോ ആണ്, ഇതെങ്ങനെ നമ്മൾ ഉയർത്തിക്കൊണ്ട് വന്നതെന്ന് ഞാൻ കാണിക്കുന്നതായിരിക്കും. കുറച്ചുകൂടെ അതിൻ്റെ ഇത് പോട്ടെ കേട്ടോ. അപ്പോൾ വ്യൂസും കാര്യങ്ങളും വരട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ പറഞ്ഞു തന്നത്, അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ക്യാഷ് കിട്ടുന്നത്. അപ്പോൾ അത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുവരെ ഞാനും എന്താണ് 1000 വ്യൂസിന് $1 വിചാരിച്ചുകൊണ്ട് മനസ്സിലിരുന്നു. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും, $1 കിട്ടുക. പക്ഷേ വാസ്തവം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഡോളർ കിട്ടുന്നത്, പരസ്യത്തിനാണ്. അപ്പോൾ വ്യൂസ് കൂടി പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് അത്രയും ഡോളർ കിട്ടുമൊന്നുമില്ല. അപ്പോൾ ചിലപ്പോൾ 1 ലക്ഷത്തിന്, അപ്പോൾ ഷോർട്സിൽ 1 ലക്ഷത്തിനൊക്കെ ചിലപ്പോൾ $1 കിട്ടത്തുള്ളൂ ചിലവർക്ക് കിട്ടും. അതിന് ഓരോ ഇതിനും അനുസരിച്ചായിരിക്കും. കാരണം നമുക്കിപ്പോൾ മ്യൂസിക് ആഡ് ചെയ്യുകയാണെന്ന് വെച്ചാൽ, സിനിമ പാട്ടൊക്കെ ആഡ് ചെയ്യുമ്പോൾ അവർ കുറച്ച് ക്യാഷ് ഇതെടുക്കും, അതിൽ നിന്ന് പിടിക്കും. ഇപ്പോൾ 3/4% നമ്മൾക്കും ചിലപ്പോൾ ഭാഗം അവർക്കും അങ്ങനെയാണ് എന്തോ കണക്കുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചാണ് കിട്ടുക. അപ്പോൾ ഇപ്പോൾ ഒരു പുതിയൊരു അപ്ഡേറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക്. ഞാൻ മോണിറ്റൈസേഷൻ, എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയ ശേഷം 1000 ഷോർട്സിൽ കേട്ടോ 1000 വ്യൂസിനാണ് $0.01 വന്നത്. പക്ഷേ ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് ഞാൻ നോക്കുമ്പോൾ പെട്ടെന്ന് 500 വ്യൂസ് സാധാരണ ഞാൻ നോക്കാറില്ല. അപ്പോൾ നോക്കുമ്പോൾ റവന്യൂ 500 വ്യൂസിന് വരില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നോക്കാറില്ല. അപ്പോൾ നോക്കുമ്പോൾ 500 വ്യൂസുള്ള ഓരോ ഷോർട്സിനും $0.01 വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു പ്രത്യേകതയാണ്. അതെനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല. അപ്പോൾ വന്നിട്ടുണ്ട്, മറ്റാരും പറയണ കേട്ടില്ല. അപ്പോൾ 500 വ്യൂസ് കിട്ടിയാലും ഷോർട്സിൽ നമുക്ക് ഡോളർ കയറുന്നുണ്ട്. അപ്പോൾ 500 വ്യൂസ് മുതലാണ് ഷോർട്സിൽ ഡോളർ കയറുക എന്ന് എല്ലാവരും ഓർത്ത് വയ്ക്കുക. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആക്കാൻ നോക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കൂലേ, പലവർക്കും പല ക്യാഷൊക്കെ കിട്ടുന്നുണ്ടാവും, ആയൊക്കെ കണക്കിന് എന്താ പറയുക സബ്സ്ക്രൈബേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്യാഷ് കിട്ടുന്നതെന്നൊക്കെ ചിലവർ ചിന്തിച്ച് വെക്കാം. അതിൻ്റെ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ ആഡ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്, ആഡ്സിൻ്റെയും നമ്മൾ വാച്ച് അവറിൻ്റെ വാച്ച് അവർ എന്ന് പറയുമ്പോൾ എത്ര നേരം ഇരുന്ന് കാണുന്നു അതിനനുസരിച്ച് നമുക്ക് ആഡ്സ് ആഡ് ചെയ്യും ഗൂഗിൾ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ക്യാഷ് കിട്ടുന്നത്. അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കണം എല്ലാവരും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പം വീണ്ടും നീട്ടി വലിച്ച് പറയുന്നില്ല. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ടാവില്ലേ, ഇത്ര വ്യൂസ് കിട്ടി അപ്പോൾ അവർക്ക് ഇത്ര ഡോളർ കിട്ടുന്നൊക്കെ നമ്മളെ തന്നെ പറയാറുണ്ടല്ലേ നമ്മുടെ മനസ്സിൽ. അപ്പോൾ നമ്മൾ പല വീഡിയോസും കണ്ടിട്ടാണ് ഇങ്ങനെ പറയാറുള്ളത്. അപ്പോൾ അത് അങ്ങനെയല്ലാന്ന് ചിന്തിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ആഡ്സിൻ്റെ അനുസരിച്ചാണ് വാച്ച് ടൈം കാൽക്കുലേറ്റ് ചെയ്ത് ആഡ്സിൻ്റെ ഇതിലാണ് ഇടുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാവരും. അപ്പോൾ എല്ലാവരും വേഗം മോണിറ്റൈസേഷനൊക്കെ ആക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഈ മെയ് ആകുമ്പോഴേക്കും പറ്റുകയാണെന്ന് വെച്ചാൽ ആക്കാൻ നോക്കുക. നമുക്ക് പറ്റും, നമ്മൾ വിചാരിക്കുകയാണെന്ന് വെച്ചാൽ ഒരു ദിവസം കൊണ്ട് തന്നെ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഒരു ദിവസം പറയുമ്പോൾ നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം. കാരണം നമ്മൾക്ക് എവിടെയാണോ സ്കിപ്പബിൾ വരാത്തതിനെ അനുസരിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റുകയാണെന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സിൽ നമുക്ക് അറിയാൻ പറ്റൂലേ, നമുക്ക് ആ വീഡിയോ ചെയ്ത് നന്നായിട്ടുണ്ട്, അപ്പോൾ നമുക്ക് നല്ല വാച്ച് അവർ കിട്ടും നമ്മുടെ മനസ്സിൽ തോന്നും. പക്ഷേ കണ്ടൻറ്റ് മാത്രം നന്നായി പോരാ, തമ്പനയിലും ടൈറ്റിലും കൂടെ അട്രാക്റ്റീവായിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ
ഞാൻ പറയാൻ വന്നൊരു കാര്യം പറഞ്ഞില്ലേ, അതിനെക്കുറിച്ചായിരുന്നു കേട്ടോ. എൻ്റെ ടോപ്പിക്ക് വളരെ നല്ലതായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്തതായിരുന്നു കേട്ടോ. പക്ഷേ തമ്പനയിലും കാര്യങ്ങളും യൂട്യൂബിന് ഇഷ്ടമായില്ല. അൽഗോരിതം നമ്മളല്ലല്ലോ യൂട്യൂബും അല്ലാതെ അൽഗോരിതമാണ്, മനുഷ്യനല്ലല്ലോ യൂട്യൂബ് എന്ന് പറയുന്നത്. അൽഗോരിതത്തിന് ഇഷ്ടമായില്ല, അത് എന്താ പറയുക പാളിപ്പോയി. അപ്പോൾ പിന്നെ ഞാൻ കുറേ പ്രാവശ്യം അത് ചേഞ്ച് ചെയ്ത് പക്ഷെ അതിനെ ഉണർത്തിയെടുത്തു കേട്ടോ. ഇപ്പോൾ കുറച്ച് പുരോഗമിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഞാൻ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരെയും കാണണം. അപ്പോൾ ഇത് എല്ലാവരും ശ്രദ്ധിച്ചിട്ട് പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആക്കാൻ നോക്കുക. കാരണം നമുക്ക് തന്നെ മിഡ് റോൾ ആഡ്സ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ക്യാഷ് സമ്പാദിക്കാൻ പറ്റും. അപ്പോൾ പുതുതായിട്ട് ചാനലൊക്കെ തുടങ്ങാനിരിക്കുന്നവരാണെങ്കിൽ വേഗം തന്നെ തുടങ്ങുക. അപ്പോൾ അവർക്കും കൂടെ എന്താ പറയുക ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവർക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.